വള്ളം നിറച്ച് മീനായിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നാട്ടിൽ ഓരുമുട്ട് തുറക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി മുട്ട് തുറക്കണ കാഴ്ചയും കാണാം. അതുകൊണ്ട് ഓരുമുട്ട് എന്നാന്നും കാണിച്ചു തരാം കേട്ടോ. ഈ മുട്ട് തുറന്നപ്പോൾ ഇഷ്ടം പോലെ മീനുകൾ ചാകരായിട്ട് വെള്ളത്തിൻ്റെ പൊക്കം ചാടിയൊക്കെ വന്ന ഒരു വരവ് അടിപൊളി ഒരു സീനുണ്ട് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് കാണാം, ഇല്ലെങ്കിൽ നമുക്ക് മീൻ പൊങ്ങും. മുട്ട് തുറന്നു ഇപ്പോൾ നമുക്ക് മീൻ പിടിക്കുകയും കാണാം, പിടിക്കുന്ന കാഴ്ചയെ കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മുട്ട് തുറക്കണ കാഴ്ച ഞാൻ കാണിച്ചിട്ടേ. ഇതാണ് ഓരുമുട്ടെന്ന് പറഞ്ഞ സംഭവം. ഈ കാണുന്ന ബണ്ട് കണ്ട, അതായത് കായലിൽ നിന്നുള്ള ഉപ്പ് വെള്ളം ഞങ്ങളുടെ പുഴയായിട്ട് കയറാതിരിക്കാൻ വേണ്ടി പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന ഒരു സ്ഥിതി ബണ്ടാണ് കേട്ടോ ഈ ഓരുമുട്ടെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇത് പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് ഇട്ടിട്ട് ഒരു 3-4 മാസം ആയിരുന്നു. അതിപ്പോൾ പൊളിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ട JCB മാന്തി നേരെ ടിപ്പറിലോട്ട് കയറ്റിയിട്ട് നേരെ ഇവിടെ കൊണ്ട് അടിക്കും കേട്ടോ. ഇതുണ്ട ഇവിടെ കൊണ്ട് ഇങ്ങനെ അടിച്ച് കൂട്ടിയിടും. അപ്പോൾ ഇത് പൊളിച്ച് കഴിയുമ്പോൾ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ടാകും കേട്ടോ. ഇത് നമ്മുടെ കമ്പനിക്കാരനൊക്കെ അവിടെ വലയിടുന്നുണ്ട്. ഇതുണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ മീൻപിടുത്തക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്ന് ഇപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പാലത്തിന് അടിയിലൊക്കെ വേറെ ആൾക്കാരുണ്ട്, കാണിച്ചു തരാം. വീശാൻ പറ്റുമോ അവിടെ നിന്ന്? എടാ പിള്ളേരെ തലയൊക്കെ മാറ്റിയില്ല, നിങ്ങൾ വള്ളത്തെ കിടക്കും. ആ വീശിക്കൂടാ ആണ്ടാ വള്ളത്തിന് തലയിൽ. ഞാൻ പറഞ്ഞില്ല, അപ്പുറത്ത് പോയി വീശി നല്ലപോലെ വയമ്പ് കിട്ടൂടാ. ആ കൽക്കെട്ടിന് അവിടെ പോയി നല്ലപോലെ വീശിക്കോ, നല്ലപോലെ വയമ്പുണ്ട്. ആ എന്നാ വീശിക്കോ. ആ അത് സംഭവം കൊള്ളാം. വലിച്ചു നോക്കിക്കടാ. കാണൂടാ അതിനകത്ത്, കാണൂടാ. ഉണ്ടോ അതിനകത്ത്? നല്ലപോലെ ഉണ്ടോ? ആ ഇവിടെ ആകരയാടാ അത്. നേരെ പോത്തി തട്ടാണ്. അത് നല്ല മുഴുത്ത വയം പോലെ അടിപൊളി സാധനം. മുഴുത്ത എല്ലാം നല്ല കിടിലം വയം പോലെ. ആ അതിനകത്ത് ചാകരയാടാ. എടാ വാടാ, കണ്ണെന്തിയാടാ, അവനെ വിളിച്ചടാ. ആ വല നിറച്ചോണ്ടടാ. ചാകരയാടാ. വല ഉടക്കരുതടാ, ഉലക്കരുത്. ഈ സൈഡിലോട്ട് കൊണ്ട് നിൽക്കുന്ന ഞാൻ മാറട്ടെ. എന്നെ വലിച്ചെടുത്തരുത്. നേരെ അതിനകത്ത് കൊണ്ടിട്ട് ആ പെട്ടിക്കകത്തിട്ട് ഇവിടെ വെച്ചോ. ആ ഇനി പൊക്കിക്കോ. അടിപൊളി സാധന. 9 നിറച്ചുണ്ടല്ലേ, മുഴുത്ത വയമ്പോ എല്ലാം. അതെ, വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ ഒഴുകി തുടങ്ങി കേട്ടാ. ഇനിയിപ്പോൾ നല്ലപോലെ ഇത് മൊത്തം തുറന്നു കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കൊണ്ട് മീനെല്ലാം ഒഴുകാൻ തുടങ്ങും. ഇതാണ് തുറക്കട്ടെ. തുറന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അവിടെ പോയി തകർക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ മാത്രമല്ല കേട്ടോ, അതേ നമ്മുടെ ആശാനും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി പോയി ഒരു വലയൊക്കെ നമ്മൾ കെട്ടി കഴിഞ്ഞിട്ട്, പിന്നെ മഴയൊന്നും പെയ്തില്ല എന്നുണ്ടെങ്കിൽ പോയിട്ടൊരു വല വീശും കേട്ടോ. വലയൊക്കെ എടുത്തിട്ടുണ്ട്. വല ഇഷ്ടംപോലെ വയമ്പുണ്ട്. കാരണം മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങൾ പോയി വലയൊക്കെ വീശുവേ. നല്ല അടിപൊളി കാറ്റാട്ടത്. വള്ളം പറന്ന് പോകട്ടാ. എൻ്റെ പൊന്നത് അടിപൊളി മഴക്കാറും ഇതുകൊണ്ടോ, കാറ്റ് കണ്ട ഇടില്ല മഴ പെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് പോയി നമുക്ക് നമ്മുടെ വല കെട്ടാം കേട്ടോ. വല കെട്ടിയിട്ടില്ലേ പാടായിരിക്കും. ഇത് കണ്ടോ, ഇത് നമ്മുടെ മെയിൻ സ്ഥലം കേട്ടോ. നമ്മൾ കൂട് വെക്കണ മെയിൻ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വാളയും കുറുവയും പുല്ലിനൊക്കെ പിടിച്ചോണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ വല സെറ്റ് ചെയ്തിട്ടായിരുന്നു. 2 ദിവസമായിട്ട് കുഴപ്പമില്ല, ചെറിയ രീതിയിലാണ് കുറുവ കിട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ രാവിലെ ഞാൻ മീൻ പിടിച്ചിട്ട് പൊക്കിയിട്ട് വല ഇട്ടിട്ട് പോയാൽ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ആ വല ഞാൻ സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഇതുകൊണ്ട് ഇവിടെ കുറേ ചവറ് റെഡിയാക്കാറുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ വരമ്പ് റെഡിയാക്കാം. അല്ലെങ്കിൽ വെള്ളം കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ മീൻ കയറി അങ്ങോട്ട് പോകും. അതാണ് ഇവിടെ കുറേ സെറ്റ് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്താൽ, പക്ഷേ ഇപ്പോൾ വെള്ളം ഏറ്റവും മൊത്തം ഇങ്ങനെ കവിഞ്ഞൊഴുക. ഇനി അത് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കണം നമ്മുടെ ആശാനാട്ടാ. പുള്ളിയുടെ കൊടുത്തിട്ടാണ് ഇവിടെ ഇറങ്ങിക്കള നമുക്ക് റെഡിയാണ്. അപ്പോൾ ആദ്യം റെഡിയാക്കട്ടെ കേട്ടോ. മൊത്തം നമ്മുടെ മെയിനായിട്ടുള്ള വല വെച്ച് കഴിഞ്ഞാട്ടാ. മൊത്തം എന്തേ ഫ്രണ്ടിൽ ചപ്പും ചവറൊക്കെ ഇട്ടിട്ടുണ്ട്. വല കാണാതിരിക്കാൻ വേണ്ടി, മീനിന് വേണ്ടി വമ്പൻ ട്രാപ്പ് ഒരുക്കി കേട്ടോ. ഇനിയിപ്പോൾ ദേ ചെറുതായിട്ട് മഴയൊക്കെ ചാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്നും വിഷയമാക്കാനില്ല. വേറെ അപ്പുറത്തും വേറെ കൂടൊക്കെ വെക്കാണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ രീതിയിൽ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് പോയി വല വീശാം. അപ്പോൾ ഇത് വന്ന മഴ അങ്ങ് മാറിക്കിട്ടി കേട്ടോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. നമുക്കേ ആഞ്ഞിച്ചക്ക പറിച്ചാലോ. അതിനകത്ത് ആഞ്ഞിച്ചക്ക നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനകത്ത് പറിച്ചോണ്ട് വന്നു. ഇത് കണ്ടതേ ഞങ്ങളുടെ നാട്ടിലെ ആഞ്ഞിരിച്ചക്ക കേട്ടാ. ഈ സാധനത്തെ ഞങ്ങൾ ആഞ്ഞിരിച്ചക്ക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനത്തെ കുറിച്ച്. ഇത് എന്നാന്നൊക്കെ ചോദിച്ചു. എല്ലാവരും നാട്ടിൽ ഓരോരോ പേരാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആഞ്ഞിരിച്ചക്ക എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേളിൽ പഴുത്ത് കിടപ്പുണ്ട്. അപ്പോൾ മേളിൽ കയറണം. മേളിൽ കയറിയിട്ട് ഞാൻ പറിച്ചോണ്ട് വരാവേ. ഇതിനകത്തുണ്ട് കേട്ടോ. മരത്തെ പിടച്ച് കയറിയിട്ടുണ്ട്. ഒരെണ്ണം ഇതിനകത്ത് കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് ഞാൻ കുറേ ഇവിടെ നിന്ന് പറിച്ച് തിന്നതാണ്. അപ്പോൾ അത് ഒരെണ്ണം കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ മേളിൽ ഏറ്റവും മേളിൽ കിടപ്പുണ്ട്. അതുകൂടി കയറി പറിക്കാം. 2 ആഞ്ഞിലിച്ചക്ക പറിച്ചു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് 2 എണ്ണം പറിച്ച്.
വേണ്ടത് നല്ല പഴുത്ത കേട്ടോ, നല്ല പഴുത്ത 2 ആഞ്ഞിലി ചക്ക കിട്ടി. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നാ ഏതാണെന്ന് എടുത്തോ, എടുത്ത് അത് തുറന്നു നോക്കുക. അതാണോ പഴുത്ത്, ഇതാണോ പഴുത്ത് നോക്കി. എന്നാ ഇതായിരിക്കും. ഏതാ നല്ലപോലെ പഴുത്തതാണെന്ന് വെച്ചാൽ അത് പൊളിച്ച് കഴിച്ചു തിന്നു. എങ്ങനെയുണ്ട് നോക്ക്, പറിച്ച് പഴുത്തല്ലേ? ആ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? ആ അടിച്ചു ഒന്ന് നോക്കണ്ട. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ആഞ്ഞിലിച്ചക്ക. അപ്പോൾ ഇതെല്ലാവരും നാട്ടിൽ എന്നാ ഇതിന് പറയണേന്നൊക്കെ ഒന്ന് പറയണേ. വെറൈറ്റി സാധനം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത സ്ഥലം ഇതാ കേട്ടോ, നമ്മൾ അടുത്ത കൂട് വെക്കാൻ പോകുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ വാളയൊക്കെ പിടിച്ചു കേട്ടോ, എല്ലാപ്പെട്ട വാളയും കുറുവയും പുല്ലിനൊക്കെ ആയിട്ട് ചാകരയായിട്ട് പിടിച്ച കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മെയിൻ അടുത്ത സ്ഥലം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടെ കയറ്റി വെക്കണം, ഈ കാണുന്ന സ്ഥലത്ത്. ഇതുണ്ട, ഇതാണ് സ്ഥലം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മുടെ വലയൊക്കെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുറച്ചുകൂടി ഇരുട്ടായി കഴിയുമ്പോൾ വേണം തൂമ്പ് ചെറുതായിട്ട് തുറന്ന് വെക്കും. ചെറുതായിട്ട് തുറന്ന് ചെറിയൊരു ഒഴുക്ക് കിട്ടിയാലേ മീൻ കയറുള്ളൂ. അപ്പോൾ നമുക്ക് പോയിട്ടേ ആ വേറെ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് വല വീശാം. ഇപ്പോൾ നമുക്ക് വല വീശി നോക്കാം. ഇവിടെ നല്ലപോലെ വയമ്പ് പറയുന്നുണ്ട്. ഈ സൈഡിൽ മറിയണ്ട, ഒറ്റ വീശ് വീശുമ്പോൾ തന്നെ മിക്കവാറും വെള്ളം നിറയും. നല്ലപോലെ മറിയണം. ഈ മറിയണ മൊത്തം വയമ്പ. ഒറ്റ വീശിന് നമുക്ക് മിക്കവാറും നമ്മുടെ ബക്കറ്റ് നിറയും. ആഹാ, ഓ ഇല്ല, വരക്കാത്ത കിടന്ന് കളിക്കണ്ട. എഴുന്നേറ്റ് കാണിച്ച് കണ്ടോ, വല നോക്കുമ്പോ കണ്ടോളേ. കണ്ടത് ഇത് കണ്ട, ഒറ്റ വീശിനാട്ടോ, ഒറ്റ വീശിന് ഇത് കണ്ട ഇത്രയും വയമ്പ് കിട്ടി. 2-3 വീശ് ചോദിച്ചപ്പോൾ നമ്മുടെ ബക്കറ്റ് നിറയും. ആഹാ, ഇത് ബക്കറ്റിനകത്ത് ഇരട്ടെ. ബക്കറ്റ് ഇട്ടേ ഞാൻ കാണിച്ചേ. ഒറ്റ വീശിന് തന്നെ ഇത്രയും വയമ്പ് കേട്ടാ, 3/4 ബക്കറ്റ് വയമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 വീശ് കൂടി വീഴിയാൽ വല മിക്കവാറും ബക്കറ്റ് നിറയും തോന്നും. അടുത്ത വീശേ വീഴണ്ട. ഈ മറിയ ഈ തോടിനകത്തുനിന്ന് അറച്ച് വയമ്പ് കയറി കിടക്കണ നല്ല സുഖം കേട്ടാ. വല വീശിയ വല പൊക്കാൻ വരാത്ത രീതിയിൽ മീൻ കിട്ടും. വള്ളച്ച് അളന്നു എന്നാലും കുഴപ്പമില്ല, അതിനകത്ത് മീനുണ്ട്. പുറട്ടെ പുറട്ടെ വേണ്ടതേ. അടുത്ത വേണ്ടത് അടുത്ത വേണ്ട ഇത്രേ ഇങ്ങോട്ട് കാണിക്കും. വേണ്ടത് അടുത്തത്. ആഹാ, രണ്ടാമത്തെ വീശിന് തന്നെ 1/2 ബക്കറ്റ് വയമ്പായിട്ടാ. അപ്പോൾ തന്നെ നമ്മൾ പരിപാടി നിർത്തുവോട്ടാ. ഇല്ല ഒരുപാട് വീശ് ശരിയായില്ല. ആ അപ്പോൾ നമുക്ക് വേറെ കുറച്ച് തൂമ്പൊക്കെ തുറന്ന് വെക്കാനുണ്ട്. ഈ പുളി സീൻ കണ്ട, ആ പോണണ്ട തൂം ചെയ്ത് കാണിച്ചില്ല. ഇപ്പോൾ നമ്മളെ മീൻ നോക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കിണ്ണം കാച്ച് മൂർക്കാൻ കയറി പോകണ്ട. എൻ്റെ പൊന്നെ, ഇത് കണ്ട ആടി പൊളി സാധനം കയറി പോണ പോക്കണ്ട. ഇന്നും സൈസല്ലേ. രാത്രി ആയപ്പോഴേ പുള്ളി ഇര പിടിക്കാൻ ഇറങ്ങിയതാട്ടാ. പോണ പോക്കണ്ടോ. ഇന്നോ പൊന്നോ അമ്പോ, ചെറുപ്പക്കാരാന്ന് കേട്ടോ. എൻ്റെ വാല് കണ്ടോ കൂർത്തായിരിക്കണം. നല്ല മൂത്ത ചെകടിച്ചാണെങ്കിൽ വാലിൻ്റെ അറ്റങ്ങനെ കട്ടായ പോലെ ഇരിക്കും, പടം പൊഴിഞ്ഞ്. എൻ്റെ പൊന്നെ കയറി പോണ പോക്കണ്ട. രാത്രി നമ്മുടെ കൂട് പോക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട സാധനം കേട്ടോ. ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ പേടിച്ച് വേണം നമുക്ക് പോകാൻ. എന്നാൽ അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് ശല്യമില്ലാത്ത സ്ഥലം കേട്ടോ. ഇത് നേരത്തെ പാടത്തോട്ട് പോണ വഴിയാണ്, നമ്മുടെ നടപ്പുവഴിയല്ല കേട്ടോ ഈ കാണുന്നത്. അത് കാരണം പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പോയി നമ്മുടെ മറ്റേ കൂട് ഇവിടെ വെച്ചാൽ കേട്ടോ, മെയിൻ കൂട്. എവിടെ കിടന്ന് എന്തൊക്കെ അനങ്ങളുണ്ട് കേട്ടോ. കൂടിനകത്ത് മീൻ കയറിയിട്ടുണ്ടെന്ന് തോന്നി. ഇത് ചാടി പോയത് ഇടിച്ച് കളിക്ക് പോകും. ഇതന്നെ ഭ്രാന്തായി എല്ലാത്തിനും. ഒമ്പോ ഇവിടെ എന്നോ സംഭവിച്ചെന്നറിയാമല്ലോ. കഴുന്ന കയറിയ ഇവിടെ നിന്നൊക്കെ പോണം. ഈ മീനൊക്കെ ചാടണം. കഴുന്ന കയറിയും തോന്നും. അതാ മീൻ കയറിയതാണ്. എൻ്റെ ഒപ്പം ഇത് നടക്കാം, അല്ലെങ്കിൽ മറിഞ്ഞിട്ടാ. ഏതാണ്ട് ഒക്കെ വലക്കത്തുണ്ട്. മീൻ ചാടണമാണ്. അതാ കഴുന്ന കയറിയതാണ്. ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ. ഇതെന്നാ സംഭവിച്ചു? നിറച്ചത്
ഞാനിപ്പോൾ വെള്ളത്തിൽ ചേർത്ത്. ഉയ്യോ, ഈ സൈഡിലൊക്കെ നിറച്ച് പൊടിമീനാന്ന് തോന്നി ചാടണം കേട്ടോ. നോക്കട്ടെ, ഇതുണ്ട് പൊടിമീനാണ് ചാടി. ചാടണുണ്ടോ? അയ്യോ, ഇന്ന മീനാന്ന് ചെയ്യും. കൊമ്പ് ഇതുണ്ടോ ചാട്ടം കണ്ട, വയമ്പ കേട്ടത്. വാഹാ, അയ്യോ അവിടെ ചാട്ടം കണ്ട മീൻ. കയറട്ടെ നിറച്ച് കയറേ. നമ്മുടെ അടുത്ത കൂട് കേട്ടാ. ഇത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇതിനകത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് കുറുവ എന്തോ കയറി കിടപ്പുണ്ട് കേട്ടോ. എന്തൊക്കെയോ വലിയ മീനുണ്ട്, കലക്കലൊക്കെ ഉണ്ട്. ഇതെന്നതാ, എന്നാ മീനാണ്? കുറുവയാന്ന് തോന്നുന്നു കേട്ടോ. അത് കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നണേ ഇവിടെ കഴുത വന്നിട്ടുണ്ടെന്ന് തോന്നട്ടാ. നീർനായ വന്നെന്ന് തോന്നുന്നു. ഈ കരക്കൊക്കെ ഇവിടെ കരക്കൊക്കെ വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ അവൻ വന്ന് പോയിട്ടുണ്ട്. ഒരു പണിയാണ്, നമുക്ക് ഈ കിടക്കണ മീൻ എടുത്തുകൊണ്ട് പോവാം. എടുത്തിട്ട് വല കെട്ടിയിടാം. ഇല്ലെങ്കിലേ ഈ കിടക്കണേം കൂടി ഇല്ലാണ്ടായി പോകും. ഇവനെ എടുക്കട്ടെ, എടുത്ത് നമുക്ക് വളർത്തിയിടാവേ. മീനൊക്കെ എടുത്തിട്ട് തിരിച്ച് വല അതുപോലെ കെട്ടിയിട്ട് കേട്ടാ. അത് എടുത്ത് തന്നതുപോലെ നന്നായി കേട്ടോ. അതിനകത്ത് ചെറിയൊരു തുളയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല നീർനായ കയറിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ചെറിയൊരു തുളയുണ്ടായിരുന്നു. അതാണ് അതേപോലെ തന്നെ മീനും എടുത്ത് കെട്ടിയിട്ടുണ്ടല്ലോ. മീൻ അതിനകത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. വെള്ളം നിറച്ചിട്ടിരിക്കുക കേട്ടോ. കിട്ടിയ മീനാണ് ഈ കാണുന്നത്. കുറച്ച് കുറുകയുള്ളൂ കേട്ടോ. ഇത് കണ്ട കുറുവ, നല്ല മുഴുത്ത കുറുവയാണ്. പിന്നെ ഈ കിടക്കണ മൊത്തം വയമ്പ കേട്ടോ. ചെറിയ ചെറിയ വയമ്പുകൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കേ നമ്മുടെ ആദ്യം തിന്ന് നോക്കിയാൽ ആ കൂടി പൊക്കാൻ കേട്ടോ. കാരണം അതിനകത്ത് കൂടി നീർനായ കയറി തുളയിട്ട് കാണുമായിരിക്കും. അതുകൂടി പൊക്കി മീനും എടുത്തുകൊണ്ട് പോകാം. എന്നിട്ട് വല കെട്ടിയിടാം. നമ്മുടെ ഈ കൂടിനകത്ത് വലിയ തുളയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് മാത്രമേ നീർനായ കയറിയിട്ടുള്ളൂ തോന്നുന്നു. ഇതിനകത്തൊക്കെ ചെറിയ മീൻ ഇഷ്ടം പോലെ ചാടുന്നു. വലുതൊന്നും ചാടി കണ്ടില്ല, ഒന്നും കണ്ടില്ല. നമുക്ക് ഒരു പണി ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഇപ്പോൾ ഒന്ന് റെസ്റ്റ് കൊടുക്കാം നമുക്ക്. അങ്ങനെ തന്നെ ഇരിക്കട്ടല്ലേ. മീൻ കയറട്ടെ. ഈ ഒരു തോടില്ല, ഈ തോടിനകത്ത് ഇഷ്ടം പോലെ മീൻ കയറണം കേട്ടോ. നമ്മൾ കൂട് വെച്ചേക്കണ പോലെ തന്നെ അവിടെ ഒരു ചേട്ടൻ കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ വേണ്ട, അതിനകത്ത് ഇഷ്ടം പോലെ മീൻ കയറും. വലിയ വാളയൊക്കെ കയറണത് നോക്കാം നമുക്ക്. എന്നാലും ഉണ്ടാകും ഇഷ്ടംപോലെ കുറുവയൊക്കെ വന്ന് പോകുന്നുണ്ട്. വാള വല്ല ഉണ്ടാകും നോക്കട്ടെ നമുക്ക്. വലിയ വെറും പോകുന്നുണ്ടോ? ചെറിയ വാള കേട്ടോ പോണത്, വലുതല്ല ചെറുത്. അതേപോലെ അണ്ട് പോകും. എത്ര വലുതുണ്ട് കേട്ടോ, ചെറുതാ, തീർത്തും ചെറുതാ. വേറെ വലുതൊക്കെ ഇവിടെ കാണും. പോകാം, ചെറുതെങ്കിൽ ചെറുത്. അങ്ങോട്ട് പോയി. അയ്യോ കൊണ്ടില്ല. ദേവൻ കൊണ്ടില്ല. ശകലം പൂനെ കുറഞ്ഞത്. ഷൂ വായു കേട്ടോ. പോകാം നിന്നാ കിട്ടി. അത് കൊണ്ട് ഇങ്ങോട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ. വലുതൊക്കെ ഓടുന്നുണ്ട്. അയ്യോ, ഇത് കണ്ടത് കലക്കി മറിച്ച് പോകണം. ഞാനിങ്ങനെ ബുക്ക് എടുക്കട്ടെ. പോട്ടെ വാള 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 വാള. വളർത്തി കിടന്നു കുങ്ങി ചാടും കേട്ടോ അവൻ. രക്ഷപ്പെയൊന്നും വേണ്ട, അവിടെ കിടന്നു. ഇത് കണ്ട, ഇതാ മറ്റേ വല ഞാൻ പറയില്ലേ, ആ പുള്ളിക്കാരൻ്റെ വല. ഇതിനൊന്ന് ഉറച്ച് മീൻ കയറി കിടക്കും കേട്ടോ. ഇത് കണ്ട ചുമല വല, അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ തിളങ്ങി കാണുന്നുണ്ട്. അത് മൊത്തം മീൻ കയറിയേക്കണം കേട്ടോ. വയമ്പ് കയറി തിങ്ങിക്കിടക്കുക. ഞങ്ങളുടെ അടുത്തൊരു പ്രത്യേകത കേട്ടോ. ഇങ്ങനെ ഓരിമുട്ട് കളർന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ തൂമ്പൊക്കെ തുറന്ന് വെച്ച് നിറച്ച് മീൻ പിടിക്കും. ഇറങ്ങിപ്പോകും. മുഴുത്ത പുല്ലൻ ഇറങ്ങിപ്പോകും. കുട്ട് കൊടുത്തിട്ടുണ്ട്. ആ കമ്പിലുണ്ടായിരുന്നു, പോയില്ലെന്ന് തോന്നുന്നു. ഉണ്ട്. പൊങ്ങി വരും. അടുത്ത് മുടക്കട പുല്ല കൊണ്ടില്ലേ. അവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്ന് പോണ്ട ഞാൻ പോരട്ടെ. ഇതേ പുല്ല പോകുന്നേ. നമ്മുടെ മീനെയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ കൂടിനകത്ത് കയറ്റിയിടാൻ കേട്ടോ. ഈ കൂടനറിയാം, ഇത് മറ്റേ ഇരുമ്പിൻ്റെ മെഷ് കൊണ്ടടിച്ചതാണ്. ഇല്ലെങ്കിൽ നീർനായ കയറി അടിച്ച് നശിപ്പിച്ച് മീനൊക്കെ എടുത്തുകൊണ്ട് പോകുക. കാരണം മെഷ് കൊണ്ടുണ്ടാക്കിയ കൂടാട്ടോ. അപ്പോൾ ഇവന്മാരെല്ലാവരും എടുത്തിട്ടേ കൂടിനകത്തിട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് ഒന്നുകൂടി പോയി നോക്കാവേ. അതെ, നമ്മുടെ കൂടിനകത്ത് നല്ലപോലെ മീൻ കയറ്റുന്നു കേട്ടോ. ചാടാൻ തുടങ്ങി. ഇത് കുറച്ച് മുമ്പ് പൊക്കിയിട്ട് പോയില്ലേ, ആ കൂടിനകത്ത് പിന്നെയും നല്ലപോലെ മീൻ കയറി കേട്ടോ. അതേ അവിടെ കിടപ്പുണ്ട് നല്ലപോലെ. ഞാൻ ഇറങ്ങി കാണിച്ചു തരാം, ക്ലിയറായിട്ട് കാണിച്ചു തരാവേ. ഈ കിടക്കണ മുഴുത്ത കുറുവ കേട്ടോ. ഈ കിടക്കണയൊക്കെ ഉണ്ടാ. പക്ഷെ ഇത് ഇവിടെ വരുമ്പോൾ കണ്ട, ഇത് നിറച്ച് പൊടിമീനാണ്. ഇത് കണ്ട നിറച്ച് കിടക്കും കേട്ടോ. ഇത് കണ്ട, ഇത് മൊത്തവും വയമ്പും പൊടിമീനുമായി കാണുന്നത്. ഇതിൻ്റെ അകത്ത് കിടക്കണ്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട ക്ലിയറായിട്ട് കാണിച്ചില്ല, കിടക്കണ്ട. അടിപൊളി കേട്ടോ, അടിപൊളി സീൻ. ഇതിനകത്ത് മീൻ കയറണം എന്നുള്ള പരാതി അങ്ങ് തീർന്നു കേട്ടാ. നല്ല കീട്ടിലും വാള കയറി കിടക്കാണ്ട. ഇതിനകത്ത് മീനൊന്നും കയറിയില്ലെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ മാറി കിട്ടിയത്. അതിന് പകരം ഇങ്ങോട്ട് കയറിയേക്കണം വാളയുടെ മുഴുപ്പുണ്ടത്. ഇരുന്ന സാധനം
അയ്യോ തിരിച്ചിറങ്ങി പോകാൻ നോക്കണം. തിരിച്ചൊന്നും പോകണ്ട. ഞാനിപ്പോൾ തന്നെ എടുത്തോളാം. ഇവിടെ കിടന്നല്ലേ ശരിയായല്ലേ. ഇല്ലെങ്കിൽ കിടപ്പ് വേണ്ട. ഇവനെ എടുത്ത് നമുക്ക് വലയെന്ന് പോട്ടെ, വള്ളത്തിയിട്ടുണ്ട് പോയി. ഇല്ലേ ഇവിടെ ഇട്ടിട്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടും. അതെ, നമ്മുടെ ഈ വാളച്ചാര ഇപ്പം കിട്ടി. വാളച്ചാര കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടേ നമ്മുടെ വലക്കാത്ത് കെട്ടിയിട്ടിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അടിപൊളി ഒരു കാഴ്ച കാണിച്ചിട്ടെ. ഇതേ കിടക്കണ്ടേ, നല്ല അടിപൊളി പഴുത്തൊരു മാങ്ങ. ആഹാ, അതിൻ്റെ കളറ് തന്നെ ഉണ്ട്. കീഴിലെന്തി നല്ല റോസ് കളർ. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കട്ടെ. അതല്ല കിടിലൻ മൂവാണ്ടമാങ്ങ കേട്ടാ. നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉണ്ടോ നല്ല എന്നാ മധുരം അത്. സൂപ്പർ സാധനം കേട്ടാ. അപ്പം പിന്നെ രാത്രിയിലെ ഭക്ഷണം ഇതൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വല്ല പേരക്കയ, മാങ്ങയ, ആഞ്ഞിച്ചക്കയ എന്നെ അങ്ങനെയൊക്കെ പറിച്ചിരുന്നു കേട്ടാ. നല്ല കീഴിലെ സാധനം കേട്ടോ. നല്ല മധുരമുണ്ട് കേട്ടോ. മൂവാണ്ടമാങ്ങ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വരാവേ. വേണ്ട, നമ്മുടെ വള്ളം കെട്ടിരിക്കുന്ന തോടാ കേട്ടോ. ആ തോട്ടിൽ കൂടിയൊക്കെ മീൻ നടക്കാനുണ്ടോ? ഇഷ്ടം പോലെ നടപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. വേറെ എങ്ങും പോകണ്ട, ഇവിടെ നിന്നാൽ മതി, കുത്തി എടുക്കാം. അങ്ങനെ സമയം ഇപ്പോൾ 3:30 കേട്ടാ. അപ്പോൾ ഇനി പോയി നമ്മുടെ കൂടൊക്കെ പോയി പോക്കാവേ. പക്ഷെ പുല്ലൻ നമുക്ക് വേണ്ട, വാലുണ്ടായെന്ന് കുത്തിയാൽ മതിയായിരുന്നു. എന്നാലും കൊടുത്തിട്ടുണ്ട്. പുല്ലനെങ്കിൽ പുല്ലൻ പോരട്ടെ. ഇതിൻ്റെ മുഴുപ്പ് കണ്ട എൻ്റെ പൊന്നെ. ഇവിടെ കിടന്നു. എന്നാലും നമ്മളെ കൂട് പൊക്കാൻ പോവില്ലേ, അത് കാരണം കുത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കുത്തിയില്ലാത്ത. ദൈവം സഹായിച്ചതേ, നീർനായൊന്നും കയറിയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. വലിയ തുളയൊന്നും കണ്ടിട്ടില്ല, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഏതാണ്ട് കുറേ മീനൊക്കെ ഇവിടെ പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ. തുള വഴി ഇറങ്ങി വന്നാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ചാടി കളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മുടെ കൂടൊക്കെ അങ്ങ് പൊക്കിയേക്കാം. ആദ്യം തന്നെ അപ്പുറത്തെ കൂടിങ്ങ പൊക്കാവേ. ഇതിൽ കുഴപ്പമില്ല കേട്ടോ, അതേ കുറച്ച് കുറുവയുണ്ട്, ഒരുവിധം മുഴുത്ത കുറുവയൊക്കെയാണ്. അപ്പോൾ ഇവന്മാരെ കൊണ്ട് വളർത്തിടാവേ. ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. പോട്ടെ ഇത് പൊക്കിയെടുത്ത് എടുക്കാനാണ് പാട്. വേണ്ടതേ, അത് ന്യായമായ രീതിയിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ കൂട് പൊക്കാൻ പോയണേ. ഇത് പൊക്കണ വീഡിയോ എടുക്കൽ പറ്റുമെന്ന് തോന്നാം കേട്ടോ. ഇത്രയും വലിയ കൂടായാലും എല്ലാം ഒറ്റയ്ക്ക് പറ്റുമെന്നല്ല. എന്നാലും ഞാൻ കരക്കെടുത്തിട്ടേ, കരക്കല്ല വള്ളത്തെ മീനൊക്കെ എടുത്തിട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാവേ. കളിക്കണ്ട പൊക്കി എടുത്തിട്ടില്ല പാട്. ഇത് പൊക്കി ഞാൻ മറിക്കാം കേട്ടോ, അതേ രക്ഷയുള്ളൂ. എൻ്റെ പൊന്നു, വള്ളം നിറഞ്ഞു കേട്ടോ. എൻ്റെ പൊന്നുണ്ട്, വള്ളം നിറഞ്ഞു കേട്ടോ. അയ്യോ, ഇത്ര മീൻ ആദ്യം കേട്ടോ. ഈ ഹമ്പോ കീഴിലെങ്കിൽ ഇത് മൊത്തം വെച്ചിട്ട് കാണിച്ചു തരാവേ. വലക്കാത്തും കുറഞ്ഞിട്ടെ. ഇതെങ്ങനെയുണ്ട് ഈ കാഴ്ച ചേട്ടാ? നമ്മുടെ വള്ളം നിറച്ച് മീനായിട്ടാ. നമ്മുടെ ഈ വലിയ വല പൊക്കിയപ്പോൾ ഇത്ര മീൻ കിട്ടി കേട്ടോ. ഈ വള്ളം ഈ ഭാഗം മൊത്തം നിറച്ച്. എൻ്റെ പൊന്നു, ഇതേ മാർക്കറ്റിൽ പോക്കെ എങ്ങനെ കൊണ്ടുപോകുന്ന നോക്കണം. വീട്ടിൽ നിന്ന് എങ്ങനെയും തിരിയട്ടെ, തിരിഞ്ഞിട്ട് മാർക്കറ്റിൽ പോവേ. ഇത് നമുക്ക് കിട്ടിയ മീൻ നല്ലപോലെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ വള്ളം ഇതുണ്ട. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. വള്ളം നിറച്ച് മീൻ കിട്ടി കേട്ടോ. ഇത്ര മീൻ കിട്ടി നമുക്ക്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലോട്ടുള്ള പോക്കാം കേട്ടോ. നമ്മുടെ കുറേ മീൻ, കൂടുതൽ മീനുണ്ടായിരുന്നു. അത് കാരണം കുറേ മീൻ നമ്മളൊരു ഓട്ടോയ്ക്കകത്ത് കയറ്റി വിട്ട്. രണ്ടാമത് കുറച്ച് പൊടി മീനുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പുറകെ പോവുക.
നമ്മുടെ മീനെല്ലാം കൂടി മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് തിരിച്ച് നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ വിറ്റിട്ട് കിട്ടിയ കാശ് എത്രയെന്നൊക്കെ കാണിച്ചു തരാവേ. നമുക്ക് ഇന്ന് കിട്ടിയ റേറ്റ് കേട്ടോ, മീൻ കൊടുത്തിട്ട് കിട്ടിയ കാശാണ് 8,989 രൂപ കിട്ടി. അപ്പോൾ അവരുടെ കമ്മീഷൻ എല്ലാം പോയതിന് ശേഷം 7,990 രൂപ കിട്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചാകര കൊടുത്തിട്ട് കിട്ടിയ കാശാണിത്. ഞങ്ങളുടെ നാട്ടിൽ ഈ മീൻപിടുത്തവും കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേരെ. ഓക്കെ, എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണാവേ.